അല്ലാതെ ഇതുപോലെ ഒരാളെ വ്യക്തിഗത ചെയ്യുന്നത് തെറ്റാണ്. ഇത് ശരിയല്ല ഈ ചെയ്യുന്നത്. അപ്പൊ അത് തുറന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചതും അറിയാം. ഞങ്ങൾ ആരെയും പിന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അമ്മയെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്, ആ സംഘടനയെ ബഹുമാനിക്കുന്നുണ്ട് ഞങ്ങൾ. രാജിവെക്കാനുള്ള കാരണം ആണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഞാനിപ്പോ അമ്മയില് 10 വർഷമായി എക്സിക്യൂട്ടീവ്. ഈ ബിൽഡിംഗ് പണിയുന്നത് മുതൽ കൂടെ നിൽക്കുന്നതാണ്. ഇതുവരെയായിട്ടും എന്റെ പേരിൽ ഒരു ആരോപണം ഒരു മെമ്പറോ ആരോപിച്ചിട്ട് ഇതുവരെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഏതെങ്കിലും നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോട് ചോദിക്കരുത്, സാധാരണ മെമ്പേഴ്സിനോട് ഇവിടുത്തെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നു എന്നല്ലാതെ ഒരു മോശമായ മെസ്സേജോ ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഈ രാജി കത്ത് കൊടുത്തത് ഫെബ്രുവരി 21-ാം തീയതിയാണ് മെയിൽ വന്നത്. പക്ഷെ 22-ാം തീയതി തിരിച്ചയച്ചിട്ടുണ്ട്. ഇപ്പൊ രാജിവെക്കരുത്, GS ഇവിടുത്തെ ജനറൽ സെക്രട്ടറി തിരിച്ചയച്ചിട്ടുണ്ട്. രാജിവെക്കരുത്, ജനറൽ ബോഡി വരെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് പുള്ളിക്കാരി അയച്ചത് ഡെലിറ്റ് ചെയ്തു. അതിനുശേഷം മാർച്ച് 2-ന് ഞങ്ങളുടെ EC മീറ്റിങ്ങിലും ഇത് പറഞ്ഞിട്ടില്ല, രാജിവെച്ചു എന്നുള്ളത്. പിന്നെ മെയ് 12-നാണ് EC മീറ്റിങ്ങിൽ ഇങ്ങനെ രാജിവെച്ചു എന്നുള്ളൊരു കാര്യം അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സ്പീക്കറിലിട്ടു. എന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു എന്താ രാജിവെക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് ഒന്നുമില്ല, എൻ്റെ പേഴ്സണൽ തിരക്കുകളും കാരണമാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പെട്ടെന്ന് ഇന്ന് ക്യാമ്പ് കിടക്കായിരുന്നു, മെഡിക്കൽ ക്യാമ്പ് കിടക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു പെട്ടിത്തെറി പോലെ. ഞാനിവിടെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, പ്രസംഗിക്കുന്നവനല്ല. നിങ്ങളുടെ മുന്നിൽ ഇതുവരെയായിട്ട് ഞാൻ വന്നിട്ടില്ല, അമ്മയുടെ കാര്യമായിട്ട് ഞാൻ ഒരു ഇതിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ തരുന്നത്. നമ്മൾ എക്സിബിഷനിസ്റ്റും അല്ല, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. അപ്പൊ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന മാനേജറിന്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായത്. അല്ല, അത് വേറെ ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുത്തു. നീനാക്കുറുപ്പ് പറഞ്ഞെന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ പറയരുതല്ലോ, നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതോറിറ്റീസിനെ ഏൽപ്പിക്കണം. നമുക്കിവിടെ ഒരു നിയമ ഇതുണ്ടല്ലോ, അതായത് പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ കൊണ്ടേ കൊടുത്തു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറൊരാള് പറഞ്ഞു. അതെ, ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒച്ച ബഹളമൊക്കെ ഉണ്ടാവും. അത് ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നുള്ളൂ. അപ്പൊ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നതല്ലാതെ അല്ലാതെ പേഴ്സണൽ വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നു, വേറെ ആള് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി, എന്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാ. ഇപ്പൊ ഇവിടെ വരുന്നവരെല്ലാം എൻ്റെ അടുത്തുള്ള കറുവപ്പള്ളിയിൽ എൻ്റെ സുഹൃത്തുക്കളാണ്. മമ്മൂക്ക അത് അവര് ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായ സംസാരങ്ങൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വന്ന അന്ന് മുതലുള്ള ഇവിടെ മെഡിക്കൽ ക്യാമ്പ് കിടന്നുകൊണ്ടിരിക്കുക. എന്നെ കുറിച്ച് ഇവിടെ എന്തെങ്കിലും ആരോപണങ്ങൾ, ഇതിപ്പോ കാശ് കൊടുത്തുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ടേ വിളിച്ചത് ആരോപണങ്ങളോ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഏതെങ്കിലും, അതായത് നമ്മുടെ മെമ്പേഴ്സിന്റെ എല്ലാവരും ചോദിക്കണോട്ടോ, കമ്മിറ്റി മെമ്പേഴ്സ് അല്ല, എല്ലാവരും. ഇവിടെ വന്നത് അമ്മ അസോസിയേഷന്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഉപകരണങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഇത്ര നാളുകൊണ്ടും അമ്മ വന്ന അന്ന് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി, അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സമയത്താണ് അങ്ങനെ ഒരു ന്യൂസിന്റെ അടിസ്ഥാനം ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്നുള്ള അസോസിയേഷനിൽ തീർക്കാവുന്ന അമ്മയെ തീർക്കണം. ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിലും പോയി പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾ അതൊന്നും പറയാൻ തീരുമാനിച്ച ടിനിയെ കുറിച്ച്. ടിനി എൻ്റെ ഒരു സഹപ്രവർത്തകനാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടെ ഒരു സഹപ്രവർത്തകനാണ്. ഒരുപാട് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു അംശം പോലും ടിനിയുടെ അടുത്ത് ഞങ്ങൾക്കൊരു വൃത്തികേടായിട്ടോ സംസാര രീതിയിലോ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇതുപോലെ ഒരാളെ വ്യക്തിഗത ചെയ്യുന്നത് തെറ്റാണ്. ഇത് ശരിയല്ല ഈ ചെയ്യുന്നത്. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അൻസിബി അല്ല ആരായാലും അമ്മ എന്നുള്ള അസോസിയേഷനിൽ തലമുട്ട കുറച്ച് നല്ല ആൾക്കാരുണ്ട്, ബഹുമാനിക്കുന്ന ആൾക്കാരുണ്ട്. ലാലേട്ടൻ, മമ്മൂക്ക, ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. അവരെ പ്രതിയെങ്കിലും ഇതുപോലെ അമ്മയെ ഇതുപോലെ വൃത്തികേടായി സംസാരിച്ച് ഇതുപോലത്തെ മോശം വാർത്തയെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചാനലിലേക്ക് കൊണ്ടുപോയിട്ട് കാണിക്കാൻ ഞങ്ങളൊക്കെ ചാനലിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ എല്ലാവരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഹാർഡ് ഡിസ്കിന്റെ കാര്യം. ഞങ്ങൾ ആരെയും പിന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അമ്മയെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്, ആ സംഘടനയെ ബഹുമാനിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ തീർക്കണം. എന്തെങ്കിലും സംസാരിക്കണം ഇവിടെ പറയണം. തിരിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ഇവിടെയുണ്ട് ആൾക്കാരെ, ഇവിടെ സംസാരിക്കണം. ശ്വേതാൻ മേനോൻ എന്ന് പറഞ്ഞ ഒരാളെ നോക്കൂത്തിയായിട്ട് ഇരുത്തിയേക്കണമല്ല, ഒരു പ്രസിഡന്റാണ്. ശ്വേതയോട് സംസാരിക്കണം, സംസാരിച്ചതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സംസാരിച്ചതിന് ശേഷമാണ് അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വേറെ ആൾക്കാരില്ലേ?
സേതാമേനോട് അങ്ങനെ ശരി പറയട്ടെ, ഞങ്ങളൊക്കെ അറിയട്ടെ, ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തട്ടെ, ഞങ്ങളൊക്കെ അംഗങ്ങളല്ലേ. സേതാമേനോട് മാത്രമല്ല കുക്കു പരമേശ്വരനോടും ഇക്കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയുന്ന വാർത്തയിലാണ് ഞങ്ങൾ ഇതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അറിയുന്നത് നിങ്ങൾ പറയുമ്പോൾ ശരി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ മാത്രം പറയുന്നതിന്റെ അർത്ഥം എന്തുണ്ട്? എന്നാ പിന്നെ ഇവരുടെ പേരെന്താ പറയാത്തത്? ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്താ വാർത്തയിൽ പറയാത്തത്? ഞങ്ങൾ കണ്ടില്ലല്ലോ ഒരു വാർത്തയിലും പറയണത്. ഇവിടെ കൊടുത്തിരുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ട വാർത്തയിലൊന്നും കണ്ടിട്ടില്ല. ടിനിയെ മാത്രമേ ഞാൻ പറയണേ കേട്ടിട്ടുള്ളൂ. വേറെ ഇവിടെ അമ്മയിൽ കൊടുത്തിരുന്നൊന്നും ഇതുപോലെ പ്രശ്നം ഉണ്ടായതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ വ്യക്തിപരമായിട്ട് ഒരാളെ അങ്ങനെ കീറി മുറിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. ഞങ്ങളൊക്കെ അംഗങ്ങൾ ടിനിയുടെ കൂടെ തന്നെ ഞങ്ങൾ ശക്തിയായിട്ട് നിൽക്കും. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മൊത്തത്തിൽ കൂട്ടിക്കഴിച്ച് അറിയാൻ പറ്റും. അമ്മയുടെ പരിപാടികളിൽ ഞാൻ സജീവമാണ്, പ്രവർത്തിക്കുന്നവനാണ്. ഇനി ഉയർന്ന് കയറി പോകുമോ? ഞാൻ വീട്ടിൽ നിന്ന്, അതായത് ഞാൻ പുറത്ത് സ്റ്റേജ് ഷോയും സിനിമയും ഈ കോമഡി പരിപാടിയൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഡീസൽ അടിച്ചിട്ടാണ് അമ്മയിൽ വന്ന് പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ എനിക്ക് ഇതിലൊരു സ്ഥാനം ആവശ്യമില്ല. കാരണം ഏത് സ്ഥാനത്തിരുന്നാലും നന്നായിട്ട് പണിയെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ചാരിറ്റബിൾ എൻ്റെ അമ്മമാരോടും അപ്പന്മാരോടുള്ള ഇവിടെയുള്ള സ്നേഹമുണ്ട്. ഉണ്ട് കുറേ ഒരു, അതായത് പുറത്തുനിന്നുള്ള കുറച്ച് പരിപാടികൾ പണികളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. കാരണം അറിയില്ല, എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, നമ്മള് അല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഞാൻ അന്വേഷിക്കും. നമ്മളെന്തായാലും ഞങ്ങൾ ആരും ഇതിന്റെ പുറകിലേക്ക് എന്തായാലും അന്വേഷിച്ച് തന്നെ പോകും. നമുക്കറിയണല്ലോ ഇന്ന് ടിനി ആണെങ്കിൽ നാളെ ഞങ്ങളായിരിക്കും. അപ്പൊ നമ്മൾക്ക് നല്ലൊരു ദിവസമായിരുന്നു. ക്യാമ്പിന് വേണ്ടി കുറെ നമ്മള്, അതായത് മല്ലിക ചേച്ചിനെ വിളിക്കുകയും അതുപോലെ തന്നെ സുരേഷ് ചേട്ടനെ വിളിച്ചിരുന്നു. സുരേഷ് ചേട്ടൻ അവിടെ നിന്ന് ഇപ്പൊ പ്രധാനമന്ത്രിയായിട്ട് ഓൺലൈനിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാഞ്ഞത്. അപ്പൊ നമ്മൾ ഇതിന്റെ പിന്നാലെ കഷ്ടപ്പെട്ട് ഓടുമ്പോൾ ഇന്ന് മനോഹരമായ ഒരു ദിവസം. എനിക്ക് ഇങ്ങനത്തെ വിവാദങ്ങളിലോ ഇതിലൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ്, അറിയാവുന്നത്. ഈ പൊളിറ്റിക്സിലൊന്നും ഞാൻ നിൽക്കാത്ത ആളാണ്. അത് എന്റെ ശോഭ കെടുത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ എനിക്കെതിരുള്ള ആലിഗേഷന്റെ പ്രൂഫ് വേണ്ടേ? ഒരാൾ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങള് പുള്ളിക്കാരിനെ കുറിച്ച് എന്തോ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് പറയാം, അതെ ഈ മനുഷ്യൻ എന്നെ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടെന്ന് ഞാൻ എങ്ങനെയാണ് ആലിഗേഷൻ ചെയ്യുന്നത്? നിയമപരമൊന്നുമില്ലെന്ന് പുറത്തുനിന്ന് ഈ പറയുന്ന ആള് എന്റെ സഹോദരിയെ പോലെ എന്റെ സ്നേഹം. ഇപ്പൊ മാത്രമല്ല, ഇതിനു മുമ്പുള്ള കമ്മിറ്റിയിലൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ്. ഇപ്പൊ മാത്രം ഇങ്ങനെ ഒരു ആരോപണം വന്നാണ്. 3 കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന അൻസിബ അംഗമാണ്. സ്വാഭാവികമായിട്ടും അംഗങ്ങൾക്ക്, അതായത് നിലവിൽ ഈ അമ്മ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കെതിരെ ഇങ്ങനെ ആരോപണം വരുമ്പോൾ അതിനെതിരെ അൻസിബയ്ക്കെതിരെ നടപടി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തായിരിക്കും അതിൽ എക്സിക്യൂട്ടീവ്? ഞാൻ പറയട്ടെ, ഇതിനൊക്കെ അല്ലേ നമ്മൾ തെരഞ്ഞെടുത്ത ആൾക്കാർ നിൽക്കണേ. നിങ്ങൾ പറയുന്നു അൻസിബ പറഞ്ഞിട്ട് ആരും അതിന് റിപ്ലൈ ചെയ്തില്ലെന്ന്. ഇനി ഞങ്ങൾ ചോദിക്കുക എന്തുകൊണ്ട് ഇത് സത്യാവസ്ഥ ഞങ്ങൾക്കറിയോ? ഒരാൾ പറയുന്നത് മാത്രം നമ്മൾ കേട്ടാൽ മതിയോ? ഞങ്ങൾക്ക് ഇവിടെയുള്ളതും കേൾക്കണ്ടേ? ഇവിടെ നിന്ന് ടിനി അന്വേഷിച്ച് കേൾക്കട്ടെ. അവർ അവിടെ ചോദിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടോ എല്ലാം തെളിവ് വരട്ടെ. വന്നതിന് ശേഷം പോകാൻ പറ്റുള്ളൂ. ആരോട്? ഇല്ല, ഞങ്ങൾ ചോദിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അറിയുന്നതും ഇതുവഴിയാണ്. നമ്മളാരും മനസ്സിൽ രാജിവെക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ അറിയുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു പ്രാവശ്യം വിളിച്ചോ കൂട്ടിയെടുത്തില്ല. നമ്മൾ പിന്നെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നത്തെ ന്യൂസിൽ ടിനിയെ കുറിച്ച് മാത്രം മാറ്റാതെ ഞങ്ങൾക്ക് ആരും പറയുന്നില്ലല്ലോ. നമ്മൾ അറിഞ്ഞു. പക്ഷെ അൻസിബ വഴിയല്ല. വെച്ചതിന് ശേഷം ഇങ്ങനെ താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളാണ് രാജിക്ക് കാരണമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് അൻസിബ പറഞ്ഞത്. അതാ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലായി. ടിനി പറഞ്ഞിരുന്നു, ഇതിനും വലിയൊരു അലിഗേഷൻ മുമ്പ് പറഞ്ഞിരുന്നു. അന്ന് ഇതൊന്നും ആരും ഒന്നും ശ്രദ്ധിച്ചില്ലേ? എന്തൊക്കെ മോശമായിട്ട് പറഞ്ഞ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ അൻസിബ ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ പറയാനും ഇതൊക്കെയാണ് ഒരു അസോസിയേഷൻ ഉള്ളത്. അത് അസോസിയേഷനെ പറഞ്ഞിട്ട് ഒരു തീരുമാനം അൻസിബയ്ക്ക് കിട്ടില്ല. തീരുമാനം എടുത്തോട്ടെ. ചർച്ച ചെയ്ത് ടിനിയുടെ പേരിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാം. ഉള്ളത് തുറന്നു പറയുന്ന ഒരാളാണ്. അപ്പൊ അത് തുറന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചതും അറിയാം. ഇതും പറഞ്ഞാൽ ഒരു പരദൂഷണം ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ ഇയാൾ പറഞ്ഞിട്ടെന്ന്. ഒരു കാര്യം എന്താ പറയുക, മതം മാറ്റാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ടിനി ഉന്നയിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വ്യക്തിപരമായ കൂടാതെ മതം മാറ്റാൻ അൻസിബ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അൻസിബ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. അങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. അതിന് പ്രൂഫ് വേണോ? അങ്ങനെ മാറാൻ അതിനുള്ള തെളിവ് വേണം. ഞാൻ എൻ്റെ കൂടെയുള്ള മുസ്ലിം സഹോദരങ്ങളൊക്കെ എന്താ വിചാരിക്കുന്നത്? എൻ്റെ കൂട്ടുകാരെ മുഴുവൻ അതാണ്. എന്നെ മമ്മൂക്കയാണ് സിനിമ കൊണ്ടുവന്നത്, ആദർശിക്കാണ് ഇതിൽ കൊണ്ടുവന്നത്. ഞാൻ മിമിക്രിക്കാരനാണ്. അവിടെ ജാതിയും മതമൊന്നുമില്ല. എനിക്ക് ഇത്ര വലിയ കഴിവുണ്ടെന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയണേ. ഇത്ര വലിയ മതം മാറ്റാനുള്ള അറിവൊക്കെ ഞാൻ ഇപ്പോൾ അറിയണല്ലോ. സത്യസന്ധമായിട്ട് പറയാം, നമ്മൾ അറിഞ്ഞിട്ടില്ല ഇതൊന്നും. മറ്റുള്ള എല്ലാ ആരോപണങ്ങളെക്കാളും ഗുരുതരമാണ് മതം മാറ്റുക എന്ന് പറയുന്നത്. അതൊരു പരാമർശമാണ്. അത് കരുതിക്കൂട്ടി പറഞ്ഞതാണെന്ന് കരുതുന്നുണ്ട്. എനിക്കറിയില്ല ഇത് എന്താണ് പ്ലാനിങ് എന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ക്യാമ്പിലായിരുന്നു. ഇപ്പൊ
രണ്ടൂന്ന് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത് തന്നെയാണ് ഞാൻ വിശദീകരണം തരാൻ പോകുന്നത്. ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്തും അങ്ങനത്തെ ഒരു മതവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അൻസിബ ഹസൻ എന്നാണ് പേര്, അതുകൊണ്ട് തനിക്കെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചു എന്നാണ്. ഓ, അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ സഹകരിച്ചുള്ള സിദ്ദിഖാണ് എൻ്റെ ഏറ്റവും വലിയ ആശ എന്ന് പറഞ്ഞാൽ. അതും സിദ്ദിഖ് ഇക്കാലത്താണ് ഞാൻ എന്തെങ്കിലും അമ്മയെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നത്. അതേപോലെ മീനാക്കുറിപ്പിനോട് മോശമായി പെരുമാറി അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇതൊക്കെ സ്റ്റേജിൽ നടക്കുന്നതാണ്. ഇപ്പൊ പ്രിയങ്ക സ്റ്റേജിൽ സ്റ്റേജിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ അംഗങ്ങൾക്കിടയിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എന്റെ മനസ്സിലുണ്ടാവില്ല. ഒരു സ്റ്റേജ് ഇന്നത്തെ ദിവസം കഴിഞ്ഞാലും ഉണ്ടാവില്ല. പക്ഷെ ആ വിഷയം പറഞ്ഞ് നീനാക്കുറിപ്പ് ശ്വേതാമേനോന് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് കൂടി അൻസിബ പറയുന്നു. എടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയട്ടെ. അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കും. നിങ്ങൾക്ക് ചോദിച്ചതല്ലേ? നമ്മള് സ്റ്റേജ് ഷോയിൽ 15 കൊല്ലമല്ലോ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾ പോകണം. നിങ്ങൾ ഇത്രയും പത്രക്കാരല്ലല്ലോ, നിങ്ങൾ ചോദിച്ചൊന്ന് മേടിച്ച് കാണിക്കും. നിങ്ങളാണ് ഇപ്പൊ എല്ലാം കാണിച്ചു തരുന്നത്. നിങ്ങളുടെ അറിവാണ് ഞങ്ങൾക്കുള്ളത്. ടാർഗറ്റഡ് ആണ്, അതേ. അല്ല, കഴിഞ്ഞ കുറെ നാളുകളുണ്ട് ഈ അമ്മയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ, അതായത് ഇപ്പോൾ കുക്കു പരമേശ്വരനെതിരെ വാർത്തകൾ വരുന്നു, ഉണ്ണിശിവാലിനെതിരെ വരുന്നു, അങ്ങനെയുള്ള നിരവധി ആരോപണങ്ങൾ സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതെനിക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞത് അല്ലെ, ഇപ്പൊ അതിന്റെ ഇപ്പൊ ഏറ്റവും അവസാനം കണ്ടി നിലയ്ക്കാണ് ടിനു ടോം കൂടി വരുന്നത്. അപ്പൊ ഒരു സംഘം ആളുകൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണോ? എന്താണത്? അറിയില്ല, എനിക്കറിയില്ല. അത് കൃത്യമായിട്ട് എനിക്ക് അറിയാതെ ഞാൻ പറയുന്നത് ശരിയല്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഇതുപോലെ ഞാൻ പറയില്ല. അതെ, ഇത് അമ്മയിലെ ആൾക്കാരുണ്ട്. അമ്മയിലെ സംഭവങ്ങൾ അമ്മയെ തന്നെ തീർക്കുക. ഒളിച്ചോടുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഓടിയെത്തിയത്. ഇപ്പൊ ക്യാമ്പ് കിടക്കുന്നതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതെ. എന്താണ് അല്ല, കമ്മിറ്റിനെ തീരുമാനിക്കട്ടെ. അൾട്ടിമേറ്റ് കമ്മിറ്റിയാണ്. ഞാൻ 10 കൊല്ലമല്ലേ ഇവിടെ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു കംപ്ലൈന്റ് ഇതുവരെയായിട്ടും വന്നിട്ടില്ലല്ലോ. ഒറ്റ കംപ്ലൈന്റ് പോലും വർഗീയമായിട്ടോ പേഴ്സണലായിട്ടോ ഒരു സ്ത്രീ ഇവിടെ കൊടുത്തിട്ടില്ല. ചേട്ടാ, ഇന്നലെ നടന്നൊരു പ്രശ്നമില്ലല്ലോ. ആദ്യം പറഞ്ഞിരുന്ന അൻസിബയ്ക്ക് എന്താ ഷൂട്ടിംഗ് തിരക്കുകളാണ്. നമ്മൾ തിരിഞ്ഞിരിക്കുന്നു. കാരണം അവിടെ സ്പീക്കറിൽ എല്ലാ IC മെമ്പേഴ്സിന്റെ അടുത്ത് പറഞ്ഞു വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങളുടെ രഹസ്യമായ യോഗത്തിലും ചോദിച്ചപ്പോൾ പേഴ്സണലായിട്ടുള്ള. അല്ല, ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഈ ഒരു കാര്യത്തിൽ ടിനിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇനി ഒരു വ്യക്തതയും കൂടെ. ഞാനൊരു അംഗമാണ്. ഞാൻ 30 വർഷം അമ്മയുടെ ഒരു അംഗമായിട്ട് തുടക്കം മുതൽ ഇന്ന് വരെയുണ്ട്. ഞാൻ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളല്ല. എൻ്റെ കുറേ പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഞങ്ങൾ ആരും മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് അമ്മയെക്കുറിച്ച് മോശമായിട്ട് ഒരു കാര്യം പറയുകയോ മീഡിയ പോയി പറയുകയോ ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഒരു അൻസിബ ഇപ്പോൾ രാജിവെച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അമ്മയിലുള്ള ഇപ്പോഴും അംഗമായിട്ടിരിക്കുന്ന ഒരാളാണ്. ഇനി ഇങ്ങനെയാണ് പോകണമെങ്കിൽ നിങ്ങളായിരിക്കും ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും നിൽക്കും. അമ്മയുടെ കൂടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരും. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഇതുവരെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടായി, ഞങ്ങൾ എന്തിനേലും പിന്നെ റിയാക്ട് ചെയ്യാൻ വന്നോ? നിങ്ങൾക്കറിയാലോ, മെമ്മറി കാർഡ് വലിയ വിഷയം ഉണ്ടാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ തന്നെ ഇത് പലതും എന്നോടും ചോദിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് അതിനുശേഷം എന്തെങ്കിലും ഒരു ആൻസർ നിങ്ങളടുത്ത് പറഞ്ഞോ? ഞാൻ പറഞ്ഞ എന്താണ്, അമ്മയിലുള്ള സംഭവം അമ്മയെ തീർക്കുമെന്ന്. പക്ഷെ ഈ ഒരു സംഭവം വന്നതിനുള്ള ഉത്തരം തന്നേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ നിൽക്കും. കട്ടയ്ക്ക് നിൽക്കും. ഇനി പിന്നെ നിങ്ങളെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കൂടെ ശക്തമായിട്ട് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ എന്നെ കൊണ്ടുവന്നത്. അതെ, നിങ്ങൾ ഈ കൊണ്ടുവന്ന ദൃശ്യമായി നിങ്ങളെല്ലാവരും ഈ തരുന്ന സപ്പോർട്ടിനാണ് ഏറ്റുകൊണ്ടത്. നിങ്ങളെല്ലാവരും എത്തിക്കും. എന്താ സംഭവം ജനങ്ങൾ അറിയട്ടെ. ഓക്കെ.